അപ്പൊ ഇന്നിപ്പോ എവിഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ 7 പേരായിരുന്നു നോമിനേഷനിലുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിജോയും ഋഷിയും നോറയും ഒക്കെ ഡേഞ്ചർ സോണിലാണെന്ന് പറയാം. ഇവർക്ക് 3 പേർക്കും അൺഒഫീഷ്യൽ വോട്ടിങ്ങിലും അതുപോലെ തന്നെ പോളുകളിലും ഒക്കെ വളരെയധികം വോട്ട് കുറവുള്ളവരാണ്. ശ്രീതു ശരിക്കും പറഞ്ഞാൽ 4th പൊസിഷനിലും സിജോ ആണ് 5th പൊസിഷനിലേക്കും വന്നിരിക്കുന്നത്. ഇവരും 3 പേരും തമ്മിലുള്ള വോട്ടിങ്ങിലെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ വരുമ്പോൾ ഇവരിൽ 3 പേരിലും ആര് വേണമെങ്കിലും പുറത്തു പോകാം. ഫസ്റ്റ് പൊസിഷനിൽ ജിൻഡോ തന്നെയാണ്. ജിൻഡോയ്ക്ക് ജാസ്മിനും അർജുനേക്കാളും ലീഡ് ഉണ്ട്. എന്നാൽ പോലും ആ ലീഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. സെക്കൻഡ് പൊസിഷനിൽ ജാസ്മിൻ ആണ്. തേർഡ് പൊസിഷനിൽ അർജുനും. ഇവര് തമ്മിലുള്ള വോട്ടിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും ഈ പൊസിഷൻസ് മാറി. ഫോർത്ത് പൊസിഷനിൽ ശ്രീതുവും 5th പൊസിഷനിൽ സിജോയുമാണുള്ളത്. സിജോയിനെയൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ടെങ്കിലും വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു പിന്തുണയുണ്ടെന്ന് തോന്നുന്നില്ല. ഋഷി, നോറ, സിജോ ഒക്കെ തമ്മിൽ ചെറിയ വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഋഷിക്കും നോറയ്ക്കും തന്നെയാണ്. ഒരു എവിഷനാണ് മെയിൽ കണ്ടസ്റ്റന്റ് ആണ് പോകുന്നതെങ്കിൽ ഋഷി തന്നെയായിരിക്കും പുറത്താകുന്നത്.